അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൻ്റെ പകലിൽ ഭാര്യയെ ചുംബിക്കാൻ സാധിക്കുമോ? ചുംബിച്ചാൽ നോമ്പ് മുറിയുമോ? ആലിംഗനം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നോമ്പ് മുറിയുമോ? അതുപോലെ തന്നെ റമളാനിൻ്റെ രാത്രിയിൽ ഭാര്യയുമൊത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുമോ? അങ്ങനെ ഏർപ്പെട്ട് കുളിക്കാതെ കിടന്നുറങ്ങുകയും ചെയ്താൽ അവർക്ക് നോമ്പ് ലഭിക്കുമോ? ഇങ്ങനെയുള്ള പല സംശയങ്ങളും പല ആളുകളിലും കാണാറുണ്ട്. ഷാഫി മദ്ഹബ് പ്രകാരം റമളാനിൻ്റെ പകലിൽ ഭാര്യയെ ചുംബിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. റമളാനിൻ്റെ ആ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അത് ഒഴിവാക്കലാണ് നല്ലത്. ഇനി ആരെങ്കിലും ഭാര്യയെ ചുംബിച്ചത് കൊണ്ടൊന്നും നോമ്പ് മുറിയുകയില്ല. ചുംബിച്ച കാരണം മറ്റു വികാരങ്ങളിലേക്കും ശാരീരിക ബന്ധങ്ങളിലേക്കും ഏർപ്പെടുകയാണെങ്കിൽ അതുവഴി സ്ഖലനമുണ്ടാകുകയോ അല്ലെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ നോമ്പ് നഷ്ടപ്പെടുന്നതാണ്. കേവലം ഒരു ചുംബനം കൊണ്ടൊന്നും നോമ്പ് മുറിയുകയില്ല. ചുംബിക്കൽ കൊണ്ട് സ്ഖലനമുണ്ടായാൽ നോമ്പ് മുറിയുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആർക്കെങ്കിലും ചുംബിക്കൽ കൊണ്ട് മറ്റു വികാരങ്ങളിലേക്ക് മനസ്സ് പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ അവർക്ക് ആ ചുംബനം തഹ്രീമിൻ്റെ കറാഹത്തായിട്ടാണ് കണക്കാക്കുന്നത്. അഥവാ ശക്തിയായ കറാഹത്താണ്, ശക്തമായി ഒഴിവാക്കേണ്ട കാര്യമാണ്. ഇനി രാത്രിയിൽ ആരെങ്കിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവർ കുളിക്കാതെ കിടന്നുറങ്ങുകയും ചെയ്തതുകൊണ്ട് അവർക്ക് നോമ്പൊന്നും നഷ്ടപ്പെടുകയില്ല. അവർ നിയ്യത്തോടു കൂടിയാണെങ്കിൽ അവർക്ക് എന്ത് ലഭിക്കും? നോമ്പ് ലഭിക്കുന്നതാണ്. അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുളിച്ച് സുബഹി നിസ്കരിച്ച് അവരുടെ ജോലികളിൽ അവർക്ക് ഏർപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ പകലിൽ ആരെങ്കിലും ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവർ നോമ്പ് മുറിക്കുകയോ സ്ഖലനമുണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നോമ്പ് മുറിയും എന്ന് മാത്രമല്ല, കഫാറത്ത് കൊടുക്കേണ്ടി വരും. എന്താണ് കഫാറത്ത്? അതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.